കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 28 ശ്ലോകം 17 നമ്മൾ ചെയ്തു. അതിലെന്താ പറഞ്ഞത്? നമ്മൾ ഈ ദേഹാഭിമാനത്തിന് കാരണമായിട്ടുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അതായത് നമ്മളെ മനസ്സാണ്, വാക്കാണ്, നമ്മൾ ദേഹമാണ്, ഇന്ദ്രിയങ്ങളാണൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ആ അഹങ്കാര ഗ്രന്ഥിയെ, ആ അഹങ്കാരം കൊണ്ടാണ് തോന്നുന്നത് വെച്ചാൽ ഞാൻ എന്നുള്ളത് പൊങ്ങി വന്നിട്ടാണ്. ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ. ആ അഹങ്കാര ഗ്രന്ഥിയെ ഗുരുവിനെ സമീപിച്ചിട്ട് ഗുരുവിൻ്റെ ഗൈഡൻസ് കൊണ്ട് കിട്ടുന്ന ജ്ഞാനഖൽഗം കൊണ്ട് മുറിച്ച് നിസ്സംഗരായി ആശയില്ലാത്തവരായി ലോകത്തിൽ സഞ്ചരിക്കുന്നു. ആര്? മഹാത്മാക്കൾ അല്ലെങ്കിൽ വിവേകികൾ. വിവേകികൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇതൊക്കെ തന്നെ നമുക്കത് ജ്ഞാനം ലഭിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ വിവേകികൾ എന്താ ചെയ്യുക, ഒരു ഗുരുവിനെ സമീപിച്ച് ആ ഗുരു നമുക്ക് പറഞ്ഞു തന്ന പോലെ എല്ലാം ചെയ്ത് ആ ജ്ഞാനമാകുന്ന ഖൽഗത്തിൻ്റെ മൂർച്ച, ആ ജ്ഞാനമാകുന്ന വാളിൻ്റെ മൂർച്ച നല്ലോണം കൂട്ടിയിട്ട് ഈ അഹങ്കാരഗ്രന്ഥിയെ പൊട്ടിച്ചെറിഞ്ഞ് യാതൊരാഗ്രഹങ്ങളുമില്ലാതെ നിസ്സംഗനായി ലോകത്തിൽ സഞ്ചരിക്കുന്നു. മഹാത്മാക്കൾ, വിവേകം ഉള്ളവർ. അപ്പോൾ നമുക്കതല്ലാതെ ഈ സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല എന്നാണ് ഭഗവാൻ പറയണത്. ജ്ഞാനം വിവേകോ നിഗമസ്തപശ്ച പ്രത്യക്ഷമൈതിഹ്യമഥാനുമാനം ആദ്യന്തയോരസ്യ യദേവ കേവലം കലേശ്ച ഹേതുശ്ച തദേവ മധ്യേ. 18. അസ്യ ആദ്യന്തയോഹോ, ഈ പ്രപഞ്ചത്തിൻ്റെ എന്താ അസ്യച്ച, ഈ ലോകത്തിൻ്റെ, ഈ ജഗത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഏതൊന്ന് ഉപാദാന കാരണമായും ഹേതുച്ച നിമിത്ത കാരണമായും കാലഹച്ച കാലമായും മധ്യേ നടുവിലും കേവലം ഏവ ആ അദ്വിതീയമായ ബ്രഹ്മം തന്നെയാണ് എന്ന് വിവേകം തന്നെയാണ് ജ്ഞാനം. അതായത് ഇവിടെ ബ്രഹ്മല്ലാതെ ഒന്നുമില്ല എന്നുള്ള ആ അറിവ് തന്നെയാണ് ജ്ഞാനം. സർവം ബ്രഹ്മമയം ആവണതാണ് ജ്ഞാനം. നിഗമ വേദവും തപ, അതായത് തപസ്സും, പ്രത്യക്ഷം അതായത് സ്വന്തം അനുഭവവും, ഐതിഹ്യം അതായത് പലതിൽ നിന്നും കിട്ടുന്ന അറിവുകളും, അനുമാനം അതായത് അനുമാനങ്ങൾ, ഊഹങ്ങളും അതിന് കാരണങ്ങളാകുന്നു. അപ്പോൾ എന്താണ് ഇതിൽ പറയണ അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ജഗത്തിൻ്റെ, എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണമെന്ന് വെച്ചാൽ, ജഗത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും എന്താണോ ഉള്ളത് അത് മാത്രമേ ഈ മധ്യത്തിലുള്ളൂ. അതാണല്ലോ നമ്മൾ ചതുശ്ലോകി ഭാഗവതമൊക്കെ കണ്ടുല്ലോ. സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി കഴിഞ്ഞ് ഈ ഭഗവാൻ അതിനെ അതിൻ്റെ പരിരക്ഷ ചെയ്യുന്ന സമയത്തും അതിൻ്റെ സംഹാരം കഴിഞ്ഞാലും എല്ലാം ഒന്ന് മാത്രമേ നിത്യമായിട്ട് നിൽക്കുള്ളൂ. അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടാകുന്നത്. കുറച്ച് കാലം പ്രകാശിച്ച് നിൽക്കണു ബ്രഹ്മം, ലോകമായിട്ട്, വിശ്വമായിട്ട്. അത് കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ തന്നെ അടങ്ങുന്നു. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി കഴിഞ്ഞ് മധ്യസമയത്തും സംഹാരം കഴിഞ്ഞാലും ഒരേ ഒരു ശക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അതാണ് പറയണത്. ജഗത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യവും അവസാനവും എന്താണോ ഉള്ളത് അതന്നെ മധ്യത്തിലുള്ളൂ. ആദ്യം എന്താ? ബ്രഹ്മല്ലേ ഉണ്ടായിരുന്നത്. ഇതും അവസാനം പ്രളയം കഴിഞ്ഞാൽ എന്താ ഉള്ളത്? അവസാനമുള്ളത്. സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മം, പ്രളയം കഴിഞ്ഞാലും ബ്രഹ്മം. അപ്പോൾ അതന്നെ ഉള്ളൂ മധ്യത്തിലും എന്ന് പറയുകയാണ്. ജ്ഞാനം, അതായത് നമ്മളിങ്ങനെയുള്ള ജ്ഞാനം, നല്ല വിവേകം, വേദം, തപസ്, തൻ്റെ തന്നെ അനുഭവം, പിന്നെ ഐതിഹ്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത്, പിന്നെ അനുമാനം, ഗസ്സിങ്, ഇതൊക്കെ യുക്തി കൊണ്ടേ ഇതെല്ലാം ഈ ഒരൊറ്റ സത്യമാണ് തെളിയിക്കണത്. അതായത് ജ്ഞാനം കിട്ടിയവരതാണ് പറയണത്.
വിവേകം വന്നവർ, ആത്മാവിവേകമൊക്കെ വന്നവരതാണ് പറയണത്. വേദം പഠിച്ചവർ, വേദജ്ഞാനികൾക്കും അത് ബോധ്യമുണ്ട്. തപസ് ചെയ്തിട്ട് സ്വന്തം അനുഭവം ഉണ്ടാവണവർക്കും ബോധ്യമുണ്ട്. നമ്മുടെ മുമ്പ് ബോധ്യമായിട്ടുള്ള ഒരു എഴുതിയ ഐതിഹ്യങ്ങളിലും അത് പറയുന്നുണ്ട്. നമുക്ക് ആലോചിച്ചാൽ ഇത് മനസ്സിലാവും. സൃഷ്ടിക്ക് മുമ്പും സംഹാരത്തിന് ശേഷവും ഏതാണോ ഉള്ളത് അതന്നെ മധ്യത്തിലുള്ളൂ എന്ന് ഇത് നമുക്ക് പല കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ജ്ഞാനം ഉദിക്കുമ്പോൾ മനസ്സിലാക്കാം. വിവേകം കൊണ്ട്, വേദം നല്ലോണം വേദത്തിൻ്റെ പൊരുളറിഞ്ഞാൽ, തപസ്സുകൊണ്ട്, പിന്നെ അവനവൻ്റെ നാലുപുറമുള്ള ജീവിതത്തിലത്തെ അനുഭവം കൊണ്ട്, ഐതിഹ്യങ്ങളെ ഇത് അനുഭവമായിട്ട് എഴുതിയോടെ അത് വായിച്ചിട്ട്, ഇതുകൊണ്ടൊക്കെ നമുക്ക് അനുമാനം, അതായത് നമ്മൾ അങ്ങനെ അനുമാനത്തിൽ എത്തിച്ചേരാം. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ സത്യം തന്നെയാണ് നമുക്ക് അനുഭവമാവുന്നത്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. മാത്രമല്ല കാലായിട്ട് തോന്നുന്നതും പിന്നെ അഖണ്ഡബോധം തന്നെയാണ് നമുക്ക് കാലായിട്ട് തോന്നുന്നത്. അത് നമുക്കിപ്പോൾ നമ്മളെ സ്വർണത്തിൻ്റെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, അതായത് സ്വർണം ഈ പിന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പും സ്വർണം മാത്രമേ ഉള്ളൂ. ആഭരണങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വിവിധ നാമരൂപങ്ങളിൽ സ്വർണം തന്നെയാണ്. അതിനെ ഉരുക്കി കഴിഞ്ഞാൽ സ്വർണം തന്നെയാണല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി അപ്പോൾ 18 വായിച്ചു, നമുക്ക് 19 പോകാം. ജ്ഞാനം വിവേകോ നിഗമസ്തപശ്ച പ്രത്യക്ഷമൈതിഹ്യമഥാനുമാനം ആദ്യന്തയോരസ്യ ദേവ കേവലം കാലശ്ച ഹേതുശ്ച തദേവ മധ്യേ. കാലായിട്ട് പ്രവഹിക്കണതും അഖണ്ഡാണ്. ഇനി ഇതിനി സ്വർണത്തിൻ്റെ പറയണു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ, യഥാ ഹിരണ്യം സുഹൃതം പുരസ്താദ് പശ്ചാച്ച സർവസ്യ ഹിരൺമയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാപദേശൈരഹമസ്യ തദ്വത്. എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞു ഭഗവാനിലെ പല ദിക്കിലെ സ്വർണം അല്ലാതെ അവിടെ ഒന്നുമില്ല. സ്വർണത്തിൻ്റെ വിവിധ നാമരൂപങ്ങളാണ്. അതുപോലെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ ജഗത്ത്. ബ്രഹ്മത്തിൻ്റെ വിവിധ നാമരൂപങ്ങളാണ്. അതന്നെ പറയണം കേട്ടോ അതിൽ 19. സ്വകൃതം, അതായത് പിന്നെ ഈ അവനിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വള, മാല, ഹിരണ്യം, സ്വർണം, സർവസ്യ, അതായത് ഈ ഉണ്ടാക്കപ്പെട്ട എല്ലാം പുരസ്താദ് ഉണ്ടാക്കുന്നതിന് മുമ്പും ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പും മധ്യേ ആഭരണമായിട്ടിരിക്കുമ്പോഴും നാനാപദേശൈഹി പല പേരുകളാൽ വ്യവഹാര്യമാണ്. നമ്മൾ പറയണു വ്യവഹാര ലോകത്തിൽ, വ്യാവഹാരിക ലോകത്തിൽ ഇത് വളയാണ്, ഇത് പിന്നെ എന്താണ് മാലയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ. പക്ഷെ ഒക്കെ ശരിക്കും സ്വർണ്ണമാണല്ലോ. തഥാ തദ് ഏവ, എങ്ങനെ സ്വർണമായി തന്നെ ഇരിക്കുന്നുവോ തദ്വത് അതുപോലെ തന്നെ അസ്യ ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനായ അഹം ഞാനും പല പേരുകളിൽ കാണപ്പെടുന്നു. അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് വളരെ നല്ല, എത്ര നല്ലതാലേ മണ്ണിൻ്റെയും സ്വർണത്തിൻ്റെയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അത്. എന്താ വെച്ചാൽ അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കണതിന് മുമ്പേ സ്വർണം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഭരണങ്ങളായിട്ട് ഇരിക്കണ സമയത്തും അതിൽ സ്വർണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവസാനം, അതായത് അതിന് ഉരുക്കിയാലോ വെറും സ്വർണ്ണമാവണം. അപ്പോൾ ആഭരണങ്ങളുടെ ആദ്യവും അവസാനവും ഏത് സ്വർണ്ണമാണോ ഉള്ളത് അതന്നെയാണ് ആഭരണങ്ങളായിട്ട് മധ്യകാലത്ത് കാണുന്ന. അതും ഈ സ്വപ്നം തന്നെയാണ്. അതന്നെയാണ് ആത്മാവിൻ്റെയും കാര്യം. എന്താ വെച്ചാൽ ഈ ആത്മാവ് തന്നെയാണ് പല നാമരൂപഭേദങ്ങളിൽ, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് പല നാമരൂപഭേദങ്ങളിൽ ഇവിടെ കാണുന്നത്. എന്താ കാരണം വെച്ചാൽ ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പം നടുക്കുള്ളതും ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഈ ആഭരണത്തിൻ്റെ ഉദാഹരണം മനസ്സിലാക്കാം. ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സ്വർണ്ണക്കട്ടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി, അതാണ് അതിൻ്റെ മധ്യകാലം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സ്വർണ്ണക്കട്ടി മാത്രമായിരുന്നു. ആഭരണങ്ങൾ ഉണ്ടാക്കി അത് മുഴുവൻ ഉരുക്കി കഴിഞ്ഞാലും സ്വർണ്ണക്കട്ടി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാലത്ത് പല നാമങ്ങളിലും പല രൂപങ്ങളിലും പല ആഭരണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ അത് സ്വർണം തന്നെയാണ്. അതേപോലെയാണെന്നാണ് പറയുന്നത്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ സൃഷ്ടിക്ക് മുമ്പ്. പ്രളയത്തിന് ശേഷം ബ്രഹ്മം മാത്രമേ ഉള്ളൂ.
അപ്പോൾ മധ്യകാലത്ത് നമ്മൾ നാമരൂപങ്ങളിൽ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാം തന്നെ ആ ബ്രഹ്മാണ്. ആ ബ്രഹ്മത്തിൻ്റെ വിവിധ നാമരൂപങ്ങളാണ്. നമ്മൾ വ്യാവഹാരിക ലോകത്തിൽ വള, കമ്മൽ, പിന്നെ മാല എന്നൊക്കെ പറയണ പോലെ വ്യാവഹാരികമായിട്ട് നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ബ്രഹ്മയുള്ളൂ എന്ന്. അതാണ് വളരെ നന്നായിട്ട് ഇതിൽ പറഞ്ഞത്. നമ്മൾ അനവധി പ്രാവശ്യം മുമ്പേയും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. യഥാ ഹിരണ്യം സ്വകൃതം പുരസ്താത് പശ്ചാച്ച സർവസ്യ ഹിരൺമയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാപദേശൈരഹമസ്യ തദ്വത്. അതാണ് പറഞ്ഞത്. ഇനി 20 കാര്യം കാരണത്തിന് കാര്യം കാരണം തന്നെയാണെന്ന് പറയണം. കാര്യം വെച്ചാൽ ജഗത്ത്, കാരണം വെച്ചാൽ പരമാത്മാവ്, അങ്ങനെയാണ് കേട്ടോ. ഇനി വിജ്ഞാനമേതത് ത്രിയവസ്ഥ മംഗ ഗുണത്രയം കാരണ കാര്യകർത്തൃ സമന്വയേന വ്യതിരേകതശ്ച ഏനൈവ തുര്യേണ തദേവ സത്യം. 20ൻ്റെ അർത്ഥം നോക്കാം. അംഗ, ഹേ വിളിക്കുകയാണ് അംഗന്ന് ഉദ്ധവനെ. ഉദ്ധവ, ത്രിയവസ്ഥം, അതായത് 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളോട് കൂടിയതും കാരണകാര്യകർത്തൃ, കാരണം, കാര്യം, കർത്താവ്, ഈ 3 വിധമായിരിക്കുന്നതും ഏതദ് വിജ്ഞാനം, ഈ ജ്ഞാനം തന്നെ തുര്യേണ 4ാമത്തെ അവസ്ഥയിൽ, 3 അവസ്ഥ കഴിഞ്ഞിട്ട് 4ാമത്തെ അവസ്ഥയാണ് തുര്യാവസ്ഥ അല്ലേ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി നമുക്കറിയുള്ളൂ, തുര്യാവസ്ഥ അറിയില്ല. തുര്യാവസ്ഥ 4ാമത്തേതായ ഏന സമന്വയേന ഏവ, ഏതോ ഒരു ഭാഗത്ത് ചേരുന്നത് കൊണ്ടും വ്യതിരേകഹാച്ച പിരിയുന്നത് കൊണ്ടും പ്രകാശിക്കപ്പെടുന്നുവോ തദ് ഏവ സത്യം. എന്താണ് ഇതിൽ കുറച്ചിങ്ങനെ ഒരു ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക വെച്ചാൽ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും നമുക്ക് ഈ മായയിലത്തെ ഗുണങ്ങൾ വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റും. ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. അത് മായയിൽ ഈ വ്യാവഹാരിക ലോകത്തിലുള്ളൂ. അതെ വെച്ചാൽ ദേഹാഭിമാനിയായിട്ടുള്ള ഒരു ജീവാത്മാവിനെ അതുള്ളൂ. ഏത്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. കാര്യം, കർത്താവ്, ഈ മായാഗുണങ്ങൾ കാരണം കാര്യവും കർത്താവും കാരണവും ഒക്കെ, ഈ മായാഗുണങ്ങൾ കാരണമാണ് കാര്യവും കർത്താവൊക്കെ ഉണ്ടാവുന്നത്. ഏതുണ്ടെങ്കിൽ ഇതൊക്കെയുണ്ട്, ഏതില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നുള്ള അന്വയവും വ്യതിരേകവും എന്ന് പറഞ്ഞിട്ടുള്ള 2 സൂത്രങ്ങളെ കൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആദ്യവും അന്ത്യവും എന്ന് കണ്ടെത്തണം. എന്നിട്ട് അതിൽ എല്ലാറ്റിനെയും കൂടി ചേർക്കണം. അതാണ് ഇപ്പോൾ ഇതിൽ പറയണത്. അത് എന്താ വെച്ചാൽ, ബ്രഹ്മമില്ലെങ്കിൽ അതാണ് അന്വയ വ്യതിരേകം എന്ന് പറയണത് കേട്ടോ. അതായത് ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥാത്രയത്തോടു കൂടിയ നമ്മളുടെ മനസ്സിനാണ് ഈ അവസ്ഥാത്രയം. ഏതാ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അവയ്ക്ക് ഈ അവസ്ഥാത്രയത്തിന് എന്താ കാരണം? മായയിലത്തെ ഗുണങ്ങൾ. ആ ഗുണങ്ങളും ഇന്ദ്രിയങ്ങൾ, ഭൂതങ്ങൾ, അതൊക്കെയും ഇങ്ങനത്തെ ഈ ഗുണത്രയ കാര്യം, ഗുണം ഈ 3 ഗുണങ്ങളാൽ ഉണ്ടായ ഈ സമസ്ത ജഗത്തും 4ാമത്തേതായിട്ടുള്ള ആ എന്താ പറയുക, തുരീയാവസ്ഥയോട് ചേർന്നാണ് എപ്പോഴും പ്രകാശിക്കണം. എന്നാലോ ആ ജ്ഞാനം ഇതിനോട് കൂടി ചേർന്നിട്ടുമില്ല. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ, ജാഗ്രത്തിലും ഈ തുരീയാവസ്ഥയിൽ ഈ ബ്രഹ്മം ജാഗ്രത്തിനെ കാണുന്നുണ്ട്, സ്വപ്നത്തിലും തുരീയാവസ്ഥയിൽ ഈ ബ്രഹ്മം കാണുന്നുണ്ട്, സ്വപ്നാവസ്ഥയും മനസ്സിൻ്റെ. ഈ സുഷുപ്തി മനസ്സ് ലയിച്ച സമയത്തും ഈ തുരീയാവസ്ഥയിലുള്ള ബ്രഹ്മം അത് കാണുന്നുണ്ട്. അതിനൊരു മാറ്റവും ഇല്ല. നമ്മൾക്ക് മാറ്റമുണ്ട്. നമുക്ക് 3 അവസ്ഥയിൽ ഒരവസ്ഥയെ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ അല്ലേ. ജാഗ്രത കഴിഞ്ഞാൽ സ്വപ്നം, സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തി, അല്ലെങ്കിൽ നേരെ സ്വപ്നമില്ലാത്ത രാത്രിയാണെങ്കിൽ നേരെ സുഷുപ്തിയിലേക്ക് പോകും. 3 അവസ്ഥയും കൂടി ഒന്നിച്ചില്ല. ജാഗ്രതയിൽ നമ്മൾ ജാഗ്രതയിലിരിക്കണം, ഉണർന്നിരിക്കണം. അപ്പം നമുക്ക് ഉണർന്നിരിക്കണം. അപ്പം അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഒരു ഉദാഹരണം. നമ്മൾ
ഈ ജീവത്വം ഈശ്വരത്വം ആണതിൽ. അതായത് ജാഗ്രതത്തിൽ ജീവത്വ ശക്തിയാണ് കൂടുതൽ. അപ്പോൾ ഈ പിന്നെ ഈശ്വര ശക്തി കുറഞ്ഞിരിക്കും, ബ്രഹ്മശക്തി കുറഞ്ഞിരിക്കും, ആത്മാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് നമുക്ക് ജാഗ്രത റിയലാ തോന്നണതേ. ആ ജീവത്വമാണ് അധികം. സ്വപ്നത്തിൽ എങ്ങനെയാ വെച്ചാൽ രണ്ടും ഒപ്പാണ്. ഏത് ജീവത്വ ശക്തിയും ആ ആത്മാവിൻ്റെ ശക്തിയും ഒപ്പാണ്, ഈശ്വര ശക്തിയും ഒപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഓ അത് സ്വപ്നമായിരുന്നു എന്ന് പറയാൻ സാധിക്കണത്. അത് ശരിക്കും നമുക്ക് പറ്റുമല്ലോ ഇല്ലേ? അത് നമുക്ക് അപ്പം ആ സ്വപ്നം കാണുമ്പോഴും സ്വപ്നത്തെ കാണുന്നതാണ് ബ്രഹ്മം. സ്വപ്നം കാണുന്ന ആൾ നമ്മുടെ ജീവാത്മാവാ. സ്വപ്നത്തെ കാണുന്നത്, അതായത് സ്വപ്നം, ഈ ജീവാത്മാവ് സ്വപ്നം കാണുന്നുണ്ടേ. അതുകൊണ്ടാണ് ഉണർന്നപ്പോൾ എന്ത് പറയണത്? അയ്യോ ആ സ്വപ്നത്തിൽ ഞാൻ പേടിച്ചു. അത് ഏത് ഞാനാ പേടിച്ചതാ? ജീവാത്മാവ്. ഈ പിന്നെന്താണ് ഇത് കണ്ടു നിൽക്കണ പരമാത്മാവിന് ഒരു പേടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ സ്വപ്നമാണ്, സമാധാനമായി, ഞാൻ പേടിച്ചു പറഞ്ഞില്ലേ. ആ ഞാൻ പേടിച്ച ഞാൻ ഏതാ? ജീവാത്മാവാണ്. അതാണ് പറഞ്ഞത്. സ്വപ്നത്തിൽ ജീവത്വം ഈശ്വരത്വം പകുതി പകുതിയാണ്. സുഷുപ്തിയിൽ എങ്ങനെയാ വെച്ചാൽ ജീവത്വം വളരെ കുറച്ചേ ഉള്ളൂ, ഈശ്വരത്താണ് കൂടുതൽ. അതുകൊണ്ടാണ് ജീവത്വം ഇല്ല, മനസ്സിലയിച്ചുവേ. അപ്പോൾ അജ്ഞാനമുണ്ട്, അതുകൊണ്ട് പിറ്റേ ദിവസം അത് നീക്കും. പക്ഷെ ജീവത്വത്തിൻ്റെ ശക്തി വളരെ കുറവാണ്. അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. അതും അറിയുന്നുണ്ട് ആര്? ഈ ബ്രഹ്മം. അപ്പോൾ ഈ ബ്രഹ്മം നിൽക്കുന്നത് തുരീയാവസ്ഥയിലാണ്. ഈ മൂന്നവസ്ഥകളും മനസ്സിനാണ്. ആ മൂന്നവസ്ഥകളെയും അറിയുന്ന ശക്തിയാണ് ബ്രഹ്മം. അതാണ് പറയണത്. ആ നാലാമത്തേതായിട്ടുള്ള ആ ഇതിനോട് പിന്നെ എങ്ങനെയാ വെച്ചാൽ അതില്ല വെച്ചാൽ നമുക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇല്ല. ആ ബ്രഹ്മ ചൈതന്യം അവിടെ ഇല്ലാച്ചോട്ടെ, നമുക്ക് ജാഗ്രത സ്വപ്നവും സുഷുപ്തി മനസ്സിനില്ല. അപ്പം ജഡാണ്. ആ ശക്തി കൊണ്ടാണ് മനസ്സിന് ജാഗ്രതയിൽ ഞാൻ ഇത് ചെയ്യണു തോന്നണത്, സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കാണുന്നത്, സുഷുപ്തി സുഖമായി ഉറങ്ങണതൊക്കെ ആ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ശക്തി ഉള്ളതുകൊണ്ടാണ്. ആ ചൈതന്യം അതില്ലാച്ചാൽ ഇതില്ല. ഇത് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ, അതാണ് അന്വയവും വ്യതിരേകവും. അതില്ലാച്ചാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവം നമുക്കില്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ബ്രഹ്മാണ്. അതാണ് അന്വയവും വ്യതിരേകവും എന്ന് പറയുന്നത്. രണ്ട് നിലയ്ക്ക് പറഞ്ഞാലും ബ്രഹ്മം ആണ് നിത്യമായിട്ടുള്ളതുള്ളൂ. ഇത് മാറി മാറി വരുന്നുണ്ടല്ലോ. ജാഗ്രത കഴിഞ്ഞാൽ സ്വപ്നം, സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തി, പിന്നെ ജാഗ്രത അല്ലേ. അപ്പം മാറാത്തതായിട്ട് ബ്രഹ്മേ ഉള്ളൂ. അതാണ് ഇതിനെയൊക്കെ കണ്ടു നിൽക്കുന്നത് ബ്രഹ്മാണേ. അതിനൊരു മാറ്റവും ഇല്ല. ആ സ്വയം പ്രകാശം അതാലോചിച്ച് നോക്കുക. അതാണ് അന്വയവും വ്യതിരേകവും. അതും നമുക്ക് പറയണം കേട്ടോ. അതായത് ആ ബ്രഹ്മചൈതന്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവമേ ഇല്ല. ജഡ ശരീരം കിടക്കണു അവിടെ. മരിച്ചു കിടക്കുന്ന ശരീരത്തിന് വല്ലതും ഉണ്ടോ? ജാഗ്രത സ്വപ്നം സുഷുപ്തി ഒന്നുമില്ലല്ലോ. അപ്പോൾ അന്വയം വ്യതിരേകത്തിൽ എങ്ങനെയാ വെച്ചാൽ തിരിച്ചും പറയണമല്ലോ. അതാണ് ഒന്ന്, ഈ ബ്രഹ്മചൈതന്യം ഇല്ലെങ്കിൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവങ്ങളില്ല. ഈ തിരിച്ച് പറയാച്ചാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവങ്ങളുണ്ടെങ്കിൽ അതിന് തീർച്ചയാക്കാം അതിൻ്റെ കാരണം ഇതിനൊക്കെ അതീതമായിട്ടുള്ള ബ്രഹ്മമാണെന്ന്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞാലും അത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് അവിടെയാണ് എത്തുന്നത്. വിജ്ഞാനമേത ത്രിയവസ്ഥമംഗ ഗുണത്രയം കാരണ കാര്യകർത്തൃ സമന്വയേന വ്യതിരേകതശ്ച ഏനൈവ തുര്യേണ തദേവ സത്യം. അതാണ് നമ്മൾ ആ ഇതിൽ നമ്മൾ പറയില്ലേ, ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അതായത് സൂര്യനും ചന്ദ്രനും ഒന്നും ഈ പ്രകാശമില്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കില്ല, ചന്ദ്രൻ പ്രകാശിക്കില്ല. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പിന്നിലും ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ പിന്നിലും വിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ പിന്നിലും എല്ലാറ്റിൻ്റെ പിന്നിലും പ്രകാശിക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം. അതാണ് പറഞ്ഞത് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അന്വയം വ്യതിരേകവും. അതായത് ഈ ഇതില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഇതുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി 21 വായിക്കാം. അപ്പോൾ നയത് പുരസ്താദ്
നോക്കട്ടെ കേട്ടോ. അതോ അത് വ്യക്തമായിട്ടില്ല, പിന്നെ അച്ചടി. നയത് പുരസ്താദുദയന്ന ഉദയന്ന പശ്ചാന്മധ്യേ ച തന്ന വ്യപദേശമാത്രം ഭൂതം പ്രസിദ്ധം ച പരേണ യദ്യത്തദേവ തത് സ്യാദിതി മേ മനീഷ. അത് 21 നമുക്ക് നോക്കാം. 21ൻ്റെ അർത്ഥം വളരെ, എനിക്കത് പറയാനൊന്നും ഉള്ള അർഹതയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വായിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചതും പറയണം കേട്ടോ. യത് ഏതൊരു വസ്തു പുരസ്താദ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലയോ, യത് ഏതൊരു വസ്തു പശ്ചാത് നാശത്തിനു ശേഷവും ഇല്ലയോ, വ്യപദേശമാത്രം ച ഇടയിൽ നമ്മൾ ശബ്ദം കൊണ്ട് അതിനെ പറയുന്നു, വ്യവഹാര ലോകത്തിൽ പറയുന്നുവോ, യദ് യദ് ഏതേത് വസ്തു പരേണ വേറൊന്നുകൊണ്ട് ഭൂതം ഉണ്ടായതോ, പ്രസിദ്ധം ച പ്രകാശപ്പെടുത്തിയിട്ടും ഉണ്ടോ, തദ് ആ വസ്തു തദ് ഏവ സ്യാത് കാരണവും പ്രകാശമാനമായ വസ്തുവായിട്ടും തന്നെ ഇരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയണം ഭഗവാൻ. എന്താ ഭഗവാൻ പറയണ? ഇനി ഇപ്പം എന്താ പറയുക വെച്ചാൽ, നാലാമത്തെ ആ ബ്രഹ്മത്തിനോട് ചേർന്നാണ് ജാഗ്രതും സ്വപ്നം സുഷുപ്തിയും പ്രകാശിക്കണ പറഞ്ഞു. കാരണം നാം വേറിട്ട് നിൽക്കുകയാണേനും, പക്ഷെ ആ ബ്രഹ്മചൈതന്യം ഇല്ലെങ്കിൽ നമുക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവമില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ആ ജ്ഞാനം ഉണ്ടല്ലോ, ആ ബ്രഹ്മജ്ഞാനം ഇവയിൽ നിന്ന് വേറിട്ട് തന്നെ പ്രകാശിക്കും. അതാണ് ആ സത്യവസ്തു. അത് അതിനാൽ പ്രകാശിതാണ് ഈ ലോകത്തിലത്തെ എല്ലാതും. അപ്പോൾ അതല്ലാതെ മറ്റൊന്നില്ല. കാരണം അതില്ലെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജഗത്തിൻ്റെ സൃഷ്ടി നശിക്കുമ്പോഴും അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ അവസാനം അത് മാത്രമേ ഉള്ളൂ. അതാണ് എന്താ പറയണ വെച്ചാൽ, ഈ യാതൊന്നാണ് മുമ്പ് ഇല്ലാത്തത്, പിന്നെയും ഇല്ലാത്തത്, അത് മധ്യത്തിലും ഇല്ല എന്ന് പറഞ്ഞില്ലേ. ഏതാ മുമ്പുള്ളത്, അവസാനമുള്ളത്, മധ്യത്തിലുള്ളത്, അതേ ഉള്ളൂ സത്യം അല്ലേ. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരേപോലെ നിൽക്കണതേ സത്യമുള്ളൂ. ഏതാണ് മുമ്പ് ഇല്ലാത്തത്, ഏതാണ് പിന്നെ ഇല്ലാത്തത്, അത് മധ്യത്തിലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് വ്യവഹാരത്തിൽ നമ്മളിങ്ങനെ പറയാനുണ്ട്, പണ്ടങ്ങൾ പറയുന്നില്ലേ, ഉണ്ടാക്കിയതിന് ശേഷം വളാം, അതുപോലെ ഉള്ളൂ. എന്താ വച്ചാൽ, ഏതൊരു വസ്തുവിനാൽ, ഏത് വസ്തു കൊണ്ടാണ് മറ്റൊരു വസ്തു ഉണ്ടാക്കപ്പെട്ടതും അതിനെ കാണാറാവുന്നതും, അതെല്ലാം ആ ഏത് വസ്തുവിൽ നിന്നാണോ ഉണ്ടായത് ആ വസ്തു തന്നെയായിട്ട് നമുക്ക് കാണണം. സ്വർണം തന്നെ, ആ സ്വർണത്തിൻ്റെ ഉദാഹരണം തന്നെ. അതായത് സ്വർണത്തിൽ നിന്നല്ലേ എല്ലാ ആഭരണങ്ങളും ഉണ്ടാക്കിയത്. അതൊക്കെ അതിൻ്റെ മുഴുവൻ കാരണം ഏതാ? സ്വർണ്ണമാണ്. ആ സ്വർണ്ണം എന്ന് മാറ്റി എന്താ ഉണ്ടാവുക? അപ്പോൾ ഒരു സ്വർണ്ണക്കട്ടിൻ്റെ, അതുകൊണ്ട് നമ്മൾ ഒരു 2 വള ഉണ്ടാക്കി, ഒരു മാല ഉണ്ടാക്കി, 2 കമ്മലുണ്ടാക്കി, മുഴുവൻ സ്വർണ്ണം കേട്ടോ. നമ്മൾ അതിന്ന് സ്വർണം മാറ്റി എന്താ ഉണ്ടാവുക? ആ സാധനം തന്നെ അല്ലേ അവിടെ. അതാണ് അതിൻ്റെ കാരണമാണ്, ഹോൾ കാരണമാണ്. അപ്പോൾ ഇതൊക്കെ വെറും നാമരൂപങ്ങളാണ്, കാരണം മാത്രമേ ശരിക്കുള്ളൂ. വ്യവഹാരത്തിൽ നമ്മൾ പേരുകൊണ്ടും നാമം കൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു. വളയും അപ്പോൾ ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം, ഒരു കള്ളൻ വന്നു വെച്ചാൽ വളയാണെന്ന് എനിക്കിത് വേണ്ട, മാലയാണ് എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ കമ്മൽ വേണ്ട, എനിക്ക് പറയൂല്ല. കള്ളൻ ആ സ്വർണം മാത്രമേ കാണുന്നുള്ളൂ അതിൽ, അല്ലേ? കള്ളൻ മുഴുവൻ എടുത്തുകൊണ്ട് പോവും. നമ്മൾ പറയും കള്ളനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വർണ്ണമാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ പല പേര് പറഞ്ഞിരുന്നേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ സത്ത സ്വർണ്ണമാണ്, അതേപോലെയാണെന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഈ എന്താണ്, മുമ്പില്ലാതെ ഈ വള സ്വർണ്ണക്കട്ടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, മുമ്പില്ലാത്തതാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ വള ഉരുക്കി വെറും സ്വർണ്ണക്കട്ടിയാവും ചെയ്യും, പിന്നെ ഇല്ല. അപ്പോൾ മുമ്പും ഇല്ല, പിന്നെ ഇല്ലാത്തത് മധ്യത്തിലും ഇല്ല. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ, ഏതിൽ നിന്നാണോ ഉണ്ടായത് അത് മാത്രമേ ഉള്ളൂ അവിടെ. അതാണ് പറയണത്. കാരണം ശരിക്കും
പിന്നെ ജഗത്തിൽ കാണുന്നത് മുഴുവൻ എന്താണ്? ഈ ബ്രഹ്മം തന്നെയാണ്. കാരണം ആ ബ്രഹ്മചൈതന്യം അതിൽ നിന്ന് മാറ്റിയാൽ, സ്വർണം മാറ്റിയാൽ വളയും മാലയും ഇല്ലാത്ത പോലെ ബ്രഹ്മചൈതന്യം അതിൽ നിന്ന് മാറ്റിയാൽ ഈ ജഗത്തില്ല. അപ്പം പിന്നെ അത് സത്യമല്ലല്ലോ. ശരിക്കും സ്വർണം മാത്രമേ ഉള്ളൂ, അതുപോലെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അനുഭവമാവണമെങ്കിൽ ദേഹാഭിമാനം പോകണമെന്ന് മാത്രം. അതിലാണ് ബുദ്ധിമുട്ടേ. അപ്പോൾ വളരെ നന്നായിട്ട് പറഞ്ഞു ഇതിൽ അല്ലേ. നയത് പുരസ്താ, അത് നമുക്ക് ആ കള്ളൻ്റെ കാര്യം ആലോചിച്ചാൽ ശരിക്കും ശരിയാണ് തോന്നുന്നല്ലേ. കള്ളൻ സ്വർണം മാത്രമേ കാണുള്ളൂ. നമ്മൾ പല വ്യവഹാരത്തിൽ പല പേരും പറയും. നമ്മളൊക്കെ പല പേരും പറയും. അയ്യോ എൻ്റെ 2 വള ഉണ്ടായിരുന്നു, എൻ്റെ 2 മാല ഉണ്ടായിരുന്നു, എൻ്റെ വലിയൊരു നെക്ലസ് ഉണ്ടായിരുന്നു. ശരി, നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ രാത്രി കള്ളൻ വന്നാൽ സ്വർണം എന്ന് മാത്രമേ അയാൾ നോക്കുള്ളൂ അല്ലേ. അങ്ങനെ മുഴുവൻ എടുത്തുകൊണ്ടു. എന്താ കാരണം വെച്ചാൽ സത്ത് മാത്രമേ അയാൾ കണ്ടുള്ളൂ. അതുപോലെ നമുക്ക് കള്ളൻ സ്വർണം മാത്രം കാണുന്ന പോലെ നമുക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എല്ലാം പ്രകാശിക്കണമെന്ന് നമുക്ക് മനസ്സിലായാൽ പോരാ. അനുഭവമായോ പിന്നെ ഇവിടെ ഒന്നുമില്ല, ജഗത്ത് ഇല്ല തന്നെ. അതാണതിൽ പറഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് 21 വായിച്ചിവിടെ നിർത്താം. നയത് പുരസ്താദുദ്യെന്ന പശ്ചാത് മധ്യേ ച തന്ന വ്യപദേശമാത്രം ഭൂതം പ്രസിദ്ധം ച പരേണ യദ്യത്തദേവ തദ് സ്യാദിതി മേ മനീഷ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.